നമസ്കാരം കൂട്ടുകാരെ, ലൈഫ് വിത്ത് റിച്ചുക്കുട്ടൻ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസ്കറ്റിൻ്റെ ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഓൾഡ് മസ്കറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മസ്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് അതിൻ്റെ പൗരാണികമായ ഭംഗിയും പിന്നെ അതിൻ്റെ ഒരു മോഡേൺ വശങ്ങളുമുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് യഥാർത്ഥത്തിൽ മസ്കറ്റ് സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പൗരാണികത ഉറങ്ങുന്ന മസ്കറ്റിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോട്ട കാണാനാണ്. പഴയ കാലത്തുള്ളൊരു കോട്ടയാണ്, ഫോർട്ട്. അൽ മിറാനി ഫോർട്ട് എന്നാണ് ആ ഫോർട്ടിൻ്റെ പേര്. അവിടേക്കാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടയെപ്പറ്റി പറയുകയാണെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കോട്ടയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് കോട്ടയുടെ പുറകിൽ കാണുന്ന കടലിൻ്റെ ഏരിയയാണ്. ആ കാണുന്നത് ഇവിടുത്തെ അൽ അലം പാലസിൻ്റെ പുറകുവശമാണ്. ഇതാണ് കോട്ട, അൽ മിറാനി ഫോർട്ട്. ഈ ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതൊരു വലിയ പ്രതിരോധ കേന്ദ്രമാണ്. നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയുന്ന ഒരു മസ്കറ്റ് നഗരത്തിൻ്റെ ഒരു പ്രതിരോധ കേന്ദ്രമാണ്. ഇവിടെ ആദ്യകാലത്ത് ഒരു ചെറിയ ടവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ടവർ മാത്രമാണ് ഈ കോട്ടയുടെ സ്ഥാനത്ത് ഒരു ചെറിയ ടവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ പോർച്ചുഗീസുകാർ വന്നിട്ടാണ് ഇന്ന് ഈ കാണുന്ന കോട്ട നിർമ്മിച്ചത്. ഇത് 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ കേന്ദ്രമായിട്ടാണ് ഇതിനെ പോർച്ചുഗീസുകാർ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഇതിനകത്ത് പീരങ്കികൾ സ്ഥാപിക്കാനും ആയുധങ്ങൾ സൂക്ഷിക്കാനും സൈനികർക്ക് താമസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടയിൽ ഇരുന്നുകൊണ്ട് ഒമാൻ്റെ കടൽ വഴി ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്തിൽ പീരങ്കിയും കാര്യങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട്. അങ്ങനെ പഴയകാലത്തെ ഈ ഒരു ചരിത്ര സ്മാരകം ഒമാൻ്റെ ഭരണാധികാരികൾ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്നിപ്പോൾ. നമ്മൾ കോട്ടയ്ക്കകത്ത് കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്ത് കയറിപ്പോണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. പ്രധാന വാതിലിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മളങ്ങനെ ഫ്രണ്ട് വാതിലിനകത്ത് കയറി ടിക്കറ്റെല്ലാം നമ്മളെടുത്തു. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയ്ക്കകത്തെല്ലാം AC ഒക്കെ പിടിപ്പിച്ച് നല്ല വെൽ മെയിൻറ്റൈൻഡാണ്. സാധാരണ ഒരു ബിൽഡിങ്ങിനകത്ത് കയറുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ കല്ല് ഇങ്ങനെ നിൽക്കുന്ന കാണാം. നമ്മുടെ കോട്ടയിലെ ലിഫ്റ്റിലൂടെ 2ാമത്തെ ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ആ ബീച്ചിൻ്റെ നല്ല മനോഹരമായൊരു വ്യൂ. കുറേയധികം കപ്പലുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. വളരെയധികം ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് മസ്കറ്റിനെ സംബന്ധിച്ച് ഈ പ്രദേശം. വളരെ വെൽ മെയിൻറ്റൈൻഡാണ്. അകത്ത് കയറിക്കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ടൈഡിയാണ്.
അങ്ങനെ നമ്മളവിടെ ഒരു സ്റ്റെയർ കേസ് കണ്ടു. അതിനകത്ത് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അതിനകത്തിലൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്ന്. റിച്ചുകുട്ടൻ വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ സ്റ്റെയർ കേസ് കയറി നമ്മളകത്ത് വന്നപ്പോൾ ഇവിടെ ഒരു എക്സിബിഷനാണ്, ഫോട്ടോ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സീലിംഗ് ഒക്കെ നോക്കിയാൽ ഒരു പരമ്പ് പോലെ, നമ്മുടെ നാട്ടിലെ പരമ്പ് പോലത്തെ ഒരു സാധനം. നല്ല കൂളിംഗ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ സീലിംഗ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോഗ്രാഫി മത്സരം നടത്തിയതിൻ്റെ എക്സിബിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയ്ക്കകത്തെ ആ പൗരാണികമായിട്ടുള്ള ഒരു ആംബിയൻസ് അതിമനോഹരമാണ്. വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലുണ്ട് എന്താണ് സംഭവം എന്ന്. ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ അറിയാം. സ്പ്രിംഗ് ജേണി ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ഫോട്ടോകൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു കിളിവാതിൽ കാണാം. നമ്മൾ അതിനകത്തിൽ കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പം ബീച്ചും അതിൻ്റെ അടുത്തുള്ള റോഡും ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്. ഇവിടെയും അതുപോലൊരു വാതിലുണ്ട്, ഒരു ജനൽ. ഇവിടെയും ബീച്ചിൻ്റെ ഒരു വ്യത്യസ്തമായ വ്യൂ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ആ കോട്ടയുടെ ആ റൂം നിന്ന് വെളിയിലിറങ്ങി. അപ്പോൾ പഴയ കാലത്ത് ഈ റൂമുകൾ ഇവിടുത്തെ പട്ടാളക്കാർക്ക് താമസിക്കാനുള്ള മുറികളായിരുന്നിരിക്കണം. ഇപ്പോൾ അതിനെ മറ്റ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് വരികയാണ്, മറ്റൊരു റൂമിലേക്ക് വരികയാണ്. അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയും സെയിം ഒരു എക്സിബിഷനാണ് ഉള്ളത് നിലവിൽ. ഇത് ഫോട്ടോ എക്സിബിഷൻ തന്നെ. ഇലസ്ട്രേഷൻ കോമ്പറ്റീഷൻ, സ്പ്രിംഗ് ജേണി ഇലസ്ട്രേഷൻ കോമ്പറ്റീഷൻ. അതിൽ ഏറ്റവും സെലക്റ്റഡുള്ള മികച്ച കലാസൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. റിച്ചുകുട്ടൻ വളരെ കൗതുകത്തോടു കൂടി എല്ലാം നോക്കി കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം യാത്രകളൊക്കെ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു സംഗതിയാണ്. അവർക്കൊരു പുതിയ അനുഭവമായിരിക്കും. ഇത്തരം ചെറിയ ജനാലകളിലൂടെയുള്ള കാഴ്ച അതിമനോഹരം തന്നെ. അങ്ങനെ നമ്മൾ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. ഇനി നമ്മൾ കോട്ടയുടെ അടുത്ത ഫ്ലോറിലേക്ക് നടന്നു കയറുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒരുപാട് ചരിത്രവും കൗതുകങ്ങളും ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു ഓരോ പടികളും കയറുമ്പോൾ. ഇത് ഒരു മുറിയാണ്, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ കാലത്ത് സോൾജേഴ്സിനുള്ള
അക്കോമഡേഷൻസ് ആയിരിക്കണം. ഈ കോട്ടയുടെയൊക്കെ നിർമ്മിതി അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം പഴയ കാലങ്ങളിൽ ഇന്നത്തെ പോലെ ക്രെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോൾ ഇതെങ്ങനെ ഇതൊക്കെ നിർമ്മിച്ചെടുത്തു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെ. അത് ഈ മലയുടെ മുകളിലേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായ വ്യൂ ആണ്. താഴത്തെ കൊട്ടാരവും അതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളുമാണ്. ഇവിടെ ബീച്ചിൻ്റെ മറ്റൊരു വ്യൂ, അല്പം കൂടെ ഉയരത്തിലുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനോഹരമായിരിക്കുന്നു. ഒമാൻ്റെ ഒരു പതാക കാണാം ഏറ്റവും മുകളിലായിട്ട്. മണ്ണിൻ്റെ കളറാണ് കൊടുത്തിരിക്കുന്നത് കോട്ടയുടെ ഭിത്തിക്കെല്ലാം. അത് ഒറിജിനൽ മണ്ണായിരിക്കണമെന്നില്ല, മറ്റെന്തോ മെറ്റീരിയലാണ്. പക്ഷേ അതിൻ്റെ കളർ സൂപ്പറായിട്ടുണ്ട്. ഒരു പൗരാണികമായിട്ടുള്ള ആ ഒരു ആംബിയൻസ് മൊത്തം അതിൻ്റെ ആ കളറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നു നീങ്ങി മറ്റൊരു മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെയും ഒരു സ്കൂളിൽ നിന്നുള്ള അൽ സഹറ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ ഫോട്ടോൻ്റെ പ്രദർശനമായിരുന്നു അവിടെ. മസ്കറ്റ് പവലിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാഴ്ച. ഇതാണ് പീരങ്കികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പഴയ ഒമാൻ്റെ ആയുധവും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ്. പീരങ്കിയാണ് ബേസിക്കലി ഉള്ളത്. പിന്നെ തോക്കുകളുമുണ്ട്. പഴയകാലത്തെ തോക്കും കാര്യങ്ങളുമൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കണ്ടില്ലേ, പീരങ്കികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പീരങ്കി ലോഡ് ചെയ്ത് കഴിഞ്ഞ് വെടിയുതിർക്കാനായിരിക്കും. അതിനാണ് ഈ വാതിലുകൾ, ചെറിയ ചെറിയ വാതിലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരേ സമയത്ത് സോൾജേഴ്സിന് ഇത് നിരീക്ഷിക്കാനും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ വകവരുത്താനും കഴിയും. ഒരു ഒമാനി ഫാമിലിയാണ്. അവരുടെ ചരിത്രം ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഒരു ഡിസ്പ്ലേ, ചെറിയൊരു ഡിസ്പ്ലേ, LED ഡിസ്പ്ലേയിൽ അത് ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് പീരങ്കി ലോഡ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. കണ്ടില്ലേ, ഒരു പഴയകാല തോക്കാണ്. ഇതൊക്കെ ഈ പീരങ്കി ലോഡ് ചെയ്തിട്ട് വെടിവെക്കാനുള്ള സ്ഥലം തന്നെ. നമുക്ക് ഈ ഡിസ്പ്ലേയിൽ എന്താ കാണിക്കുന്നത് നോക്കാം.
ഒരു ഒമാനി ട്രഡീഷണൽ വേഷം ധരിച്ച ഒരാളാണ് ഈ പീരങ്കി ലോഡ് ചെയ്യുന്നതിനെ പറ്റി കാണിക്കുന്നത്. അതിനകത്തിൽ മറ്റേ വെടിമരുന്ന് പോലത്തെ സാധനം അതിടുകയാണ്. അതിനകത്ത് ഇടിച്ച് നല്ല പൗഡർ പോലെ ആക്കിയിട്ടാണ് ഇതിൽ ലോഡ് ചെയ്യുന്നത്. അതാണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ ആ വെടിമരുന്ന് അതിനകത്ത് ലോഡ് ചെയ്തു. എന്നിട്ട് തിരി കൊളുത്തി. കണ്ടില്ലേ? ഈ രീതിയിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് പീരങ്കി ലോഡ് ചെയ്യുന്നതും വെടിവെക്കുന്നതും. അങ്ങനെ ഈ മുറിയിൽ മൊത്തം പീരങ്കികളും തോക്കുകളുമൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മിലിറ്ററി പർപ്പസാണ് നമ്മൾ കണ്ടത്. ഈ ഫോർട്ടിൻ്റെ മിലിറ്ററി പർപ്പസാണ് നമ്മൾ കണ്ടത്. നമ്മളിനി അടുത്ത നിലയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നടന്നു വന്നപ്പോൾ അങ്ങനെ മുകളിലൊരു ഏറ്റവും മുകളിലൊരു ഡെക്ക് പോലൊരു സ്ഥലത്ത് വന്നു. ഇതൊരു സ്റ്റേജാണ്. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടാവാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഉയരത്തിലുള്ളൊരു നല്ല വ്യൂ കിട്ടും. അതിമനോഹരം തന്നെ. അങ്ങനെ ഈ നഗരത്തിൻ്റെ ഓൾഡ് മസ്കറ്റിൻ്റെ അതിമനോഹരമായ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ പാലസും അതിന് ചുറ്റുമുള്ള ഗവൺമെൻറ് ബിൽഡിങ്സുമാണ്. ഇവിടെ നാഷണൽ മ്യൂസിയം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംഗതികളുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അവിടെയും സന്ദർശിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ മ്യൂസിയത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കാണുന്നത് അല്ലലം പാലസിൻ്റെ റിയർ സൈഡാണ്. കണ്ടില്ലേ? ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഫോർട്ട് തന്നെ. ഈ രണ്ട് ഫോർട്ടിൻ്റെ നടുക്കാണ് ഈ പാലസ് നിൽക്കുന്നത്. അപ്പോൾ പാലസിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പാലസിനെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ കോട്ടകൾക്കുള്ളത്. അങ്ങനെ ഒരുപാട് കോട്ടകളുള്ളൊരു നാടാണ് ഒമാൻ. മസ്കറ്റിന് വെളിയിൽ ഒരു 80 കിലോമീറ്റർ പോകുമ്പോൾ അവിടെയും ഉണ്ടൊരു കോട്ട, അൽ നക്കൽ ഫോർട്ട്. അവിടെയും ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടില്ലേ? കൊട്ടാരവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ്. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയ
അതായത് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പാണിത്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കഴിയും. ഒമാൻ്റെ ഒരു ട്രഡീഷണൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഒരു ട്രഡീഷണൽ ഇവരുടെ ഒരു ബെഡ്റൂമാണ്, ഒരു ഒമാനിയുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ഒരു മാതൃക ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ബെഡ്റൂമും അതിൻ്റെ ഫ്രണ്ടിൽ കുടിക്കാനുള്ള പാനീയങ്ങളും ഒക്കെയുള്ള പാത്രങ്ങളൊക്കെയാണ്. ഹാൻഡ് ബാഗുകളും കപ്പും സോസറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കാം. അതിൻ്റെ ഒരു ആർട്ട് വർക്കിൻ്റെ ഒരു പാറ്റേണൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ചില ആർട്ട് വർക്കിൻ്റെ പാറ്റേണുമായിട്ട് സാമ്യത തോന്നിക്കുന്നുണ്ട്. സത്യത്തിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസും ധാരാളമുണ്ട് ഒമാനെ സംബന്ധിച്ചിടത്തോളം. പഴയകാല പായ്ക്കപ്പലിൻ്റെ ഒരു ചെറിയ മാതൃകയാണ്. കുറച്ച് ജുവലറിയും പെർഫ്യൂംസും ഒക്കെയാണ് ഇരിക്കുന്നത്. വിദേശികളൊക്കെ വരുമ്പോൾ അവർ ഇത് മേടിക്കും. അങ്ങനെ നമ്മൾ മറ്റൊരു റൂഫിൻ്റെ ഒരു ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അതിമനോഹരമായിട്ട് നമുക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതിന് താഴെ കാണുന്നൊരു കഫേയാണ്. ആ ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു കഫേയിലാണ്. കഫേ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല അടിപൊളി ഫീലിംഗ് ആണ്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നല്ല കാറ്റും വീശുന്നുണ്ട്. ഈ ഒരു വ്യൂ അതിമനോഹരം തന്നെ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇത്തരം വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും വളരെ അത്യാവശ്യവും പ്രചോദനവുമാണ് മുൻപോട്ടുള്ള യാത്രകൾക്ക്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. വ്യൂസ് തീർന്നിട്ടില്ല. കുറച്ച് ഷോർട്സും കൂടെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിമനോഹരം തന്നെ അല്ലേ? അങ്ങനെ മസ്കറ്റിൻ്റെ ചരിത്രമുറങ്ങുന്ന അൽമിറാനി ഫോർട്ട് നമ്മൾ കണ്ടു തീർത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാണെന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.